നല്ല സ്റ്റൈലും മുറി. നമ്മുടെ ലോഡ്ജിനെ കാട്ടിയും വൃത്തിയും മെനയും ഉണ്ട്. ഞാൻ കരുതിയില്ല ജയിലിലൊക്കെ ഇത്ര സൗകര്യം ഉണ്ടാവുന്നു. ഫാൻ ഇല്ലെന്നൊരു കുഴപ്പമുണ്ട്, പക്ഷെ നല്ല ബെസ്റ്റ് കാറ്റാ. ഏതായാലും ഇനി 6 മാസത്തേക്ക് സമയാസമയങ്ങളിൽ ചാപ്പാട്, സുഖ ഉറക്കം, സ്വസ്ഥം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ശരീരമൊക്കെ ഒന്ന് വെടിപ്പാക്കി എടുക്കണം. എടാ കഴിവറട മോനെ, നീ ഒറ്റൊരുത്തൻ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത്? ഇത് കേട്ടതൊന്നും എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. കിട്ടിയാ നമുക്ക് രണ്ടുപേർക്കും കൂടി അല്ലായിരുന്നു. അതിനിപ്പോ എന്താടാ ഇവിടെ ഒരു കുഴപ്പം? എന്താ കുഴപ്പം? നീ എന്താണ് എന്നെ അടിച്ചത്? നിന്നെ അടിക്കല്ല, കൊല്ലിയാ വേണ്ടത്. എന്റെ ജീവിതം നീ കുളമാക്കിയില്ലേ? ഇപ്പൊ ഞാനായ കുറ്റക്കാരൻ. അയ്യോ, മൂത്രമൊഴിക്കാനുള്ള തോന്നുന്നു. ക്ഷമിച്ചപ്പോ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒന്ന് വേണ്ടെന്ന്. 6 മാസത്തെ പ്രശ്നം തന്നെയല്ലേ? അയ്യോ 6 മാസം. എടോ മൂത്രത്തട്ടി പൊട്ടിച്ചടാ പുല്ലേ. ഞാൻ കട്ടുന്നൂടെ ജീവിതം രണ്ടിലൊന്നല്ലോ. പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേറെ ഓട്ടോ ഉള്ളതാ. നീ വന്നേ. ഒരു കേസ് എവിടെ നോക്ക്. വകുപ്പാണെന്നാ തോന്നുന്നു. ആണോ? കണ്ടാൽ അറിഞ്ഞൂടെ? ആ വലിയ പൊട്ടും മുറുക്കാനും പാണ്ടി ലൈനാ. ഒന്ന് മുട്ടി നോക്കിയാലോ? വാ. ഇവിടെ ആരും ഇല്ലേ? ഈ ലോഡ്ജിന്റെ ആളൂടെ ഉണ്ടോ? ചോദിച്ചത് കേട്ടില്ലല്ലോ. ആരാ? ഇവനിവിടുത്തെ ഒരു മാനേജരാ. ഞാൻ അതൊക്കെ നോക്കിയിരുന്ന ആള്. ആ, നിങ്ങളെ അന്വേഷിച്ച് തന്നെ ഞാൻ വന്നിരിക്കുന്നേ. അത് മനസ്സിലായി. മുകളിലത്തെ 4-ാം നമ്പർ മുറി തുറന്നിട്ടിരിക്കുക. സ്റ്റെപ്പ് കയറി മേളിലോട്ട് പോയിക്കോ. മുകളിലോട്ട് പോണ്ട ആവശ്യം എന്താ? ഇവിടെ വെച്ച് എന്തോന്ന്? അല്ല, മേളാണ് റൂം. ഇപ്പൊ എത്ര റൂമിൽ ആളുണ്ട്? അയ്യോ, ഞങ്ങളുടെ മുറിയിൽ മാത്രമേ ആളുള്ളൂ, ബാക്കി മുഴുവൻ ഒഴിഞ്ഞെടുക്കും. എല്ലാ മുറിയും പോയിട്ട് താക്കോലിങ് എടുക്ക. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. വാടക തരാതെ ലോഡ്ജ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശ് ചോദിക്കാൻ വന്നാ അച്ഛനെ കുടിപ്പിച്ച് പൂസാക്കി വിടുക. ഇനി അത് നടപ്പില്ല. വാടക തരാൻ വയ്യെങ്കിലേ ഇങ്ങോട്ട് ഇറങ്ങിയട്ടെ. പിന്നാരാ? ചാക്കുണ്ണി. പിന്നെ നിങ്ങളാ നടത്തുന്നെന്ന് പറഞ്ഞതാ? അത് പിന്നെ ആരെങ്കിലും കസ്റ്റമേഴ്സ് വരുമ്പോ ഇവിടെ ആരുമില്ലെന്ന് പറയുന്ന മോശമല്ലേ നിർത്തി ഞങ്ങൾ അറ്റൻഡ് ചെയ്താ. ഞങ്ങൾ വെറും താമസക്കാരാ. അപ്പൊ നടത്തുന്ന ചീക്കുണ്ണി എവിടെ? ചീക്കുണ്ണി അല്ല, ചാക്കുണ്ണി. ഏത് ഉണ്ണിയായാലും അയാൾ എവിടെ പോയി? തുണിയെടുക്കാൻ വേണ്ടി പോയിരിക്കാ. ഇവനാണ് ചെറുക്ക, മോളി പോയി മുറിയെല്ലാം മുട്ടി താക്കോലിങ് കൊണ്ടുവാ. ചായ വേണ്ട. ദ്വാശ വായിൽ മുറുക്കാൻ കിടക്കുന്നല്ലേ? കൊണ്ടുപോയി റൂമിൽ വേടേ. മുതലാളിയുടെ മോളാണല്ലേ? എന്താ സംശയമുണ്ടോ? ഒരു സംശയമില്ല. ലാഡ്ജിന്റെ പേരാണല്ലേ ഇട്ടിരിക്കുന്നത്? എന്റെ പേരാ ലോഡ്ജിന് ഇട്ടിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയല്ലേ? എല്ലാം പൂട്ടിയോടാ? പൂട്ടി. പോയിക്കോ. അയ്യോ, കൊള്ളാമല്ലോടെ. തമിഴ് സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ഉണ്ടല്ലേ. നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ റൂമിൽ കേറിയാനല്ലേ? കേറിയനെ. ഇവിടെയല്ല, പോലീസ് സ്റ്റേഷന്റെ മുറിയില്. ഇന്ന് ചാക്കുണ്ണിയുടെ കത്തിക്കല് തീർന്ന മട്ട വന്നല്ലേ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോണ കണ്ടല്ല. നിങ്ങൾ വല്ലത് ഒപ്പിച്ചാ? ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ വല്ലത് ഒത്തേനെ. ഏത് കേസ് കെട്ടാണ്? നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഒന്നും അല്ലല്ല. മുതലാളിയുടെ മോളാണ്. ആണോ? അല്ല, പെണ്ണ്. മുറിയെല്ലാം പൂട്ടി താക്കോലുമായിട്ടാണ് പോയിരിക്കണം. എന്റെ ഈശോയെ, താക്കോലുമായിട്ടാണോ പോയത്? ആരാ രത്നമ്മ? ഞാനാ. കത്തുണ്ട്. പ്രിയപ്പെട്ട രത്നയ്ക്ക്, എഴുതാൻ വൈകൽ ക്ഷമിക്കണം. ജോലിയിൽ ചേർന്ന് സ്വസ്ഥമായിട്ടാവാം
എന്ന് കരുതിയത് കൊണ്ടാണ് താമസിച്ചത്. ചാക്കുണ്ണിയേട്ടന്റെ ബന്ധു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ചാക്കുണ്ണിയേട്ടനോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് ആ മനുഷ്യനോട്. ആരുടെ എഴുത്താണ്? സേതുവിന്റെയാണ്. പ്രത്യേകം അന്വേഷിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. അവൻ സ്നേഹമുള്ളവനാണ് കേട്ടാ. കർത്താവ് എപ്പോഴും പറയാറുള്ള പോലെ നമ്മൾ അന്യരെ സ്നേഹിച്ച അന്യര് നമ്മളെ സ്നേഹിക്കും. മതി മതി. തന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. ലീവ് കിട്ടിയാൽ ഉടനെ ഞാൻ അവിടെ എത്തും. കത്ത് ചുരുക്കുന്നു എന്ന് സ്വന്തം ചെയ്തു. മേൽവിലാസം ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതെ, ചിലപ്പോഴേ താമസിക്കാൻ ഇടം കിട്ടി കാണൂല, അതുകൊണ്ടായിരിക്കും. ആ ഏതായാലും പച്ച പിടിച്ചല്ല, ഞാൻ പോയി തുണി തിരുമ്പി വെച്ചും വരാം. എന്റെ ഈശോയെ, എപ്പ തുണി തൊട്ടാലും അപ്പ തുടങ്ങും മഴ. என்ன முருகேஷா சௌக்கியமா? சௌக்கியங்க. என்ன இது வரைக்கும் ட்ரிப் ஒன்றும் போலையா? ஒரு ட்ரிப் போயிட்டுதுங்க. கொஞ்சம் ஸ்பீடு பண்ணிங்க. சரிங்க. வணக்கம் சார். வணக்கம். ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ആൽബർട്ട്, നമ്മുടെ ജീവൻ ബ്ലോക്കിലെ നോർത്ത് സൈഡ് ഫെൻസിംഗ് മുഴുവൻ വീണെടുക്കുക. അതൊന്ന് റിപ്പയർ ചെയ്യാൻ പറയണമല്ലോ. സാർ, ഞാൻ അവിടെ പോയിരുന്നു. നമ്മുടെ ലേബേഴ്സിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചു. എനിവേ യു കം വിത്ത് മീ. സാർ, ഞാൻ ആ പ്ലാനർ കാർത്തിയന്റെ വീട് വരെ ഒന്ന് പോവാണ്. നാളെ മോർണിംഗ് ആൽബർട്ട് ബംഗ്ലാവിൽ നിന്ന് വരും. ബാങ്കിൽ മറ്റും പോകേണ്ട ആവശ്യമുണ്ട്. സാർ. ആ മാനേജർ ലീവ് കഴിഞ്ഞ് എന്ന് വരുമോ എന്ന്. സമയായി, വേഗം പോ. நல்ல பிரபையா, நம்ம முதலாளி கூட கார்ல இருந்த அந்த பெண்குட்டியாரு தெரியாதா சார்? நம்ம முதலாளி அம்மாவோட அண்ணன் பரதம் மேனோன் சார் பொண்ணு. கொஞ்ச நாளா இங்க தான் தங்கி இருக்கு. என்ன விஷயம் சார்? ഒന്നുമില്ല. യെസ്, കൃഷ്ണൻ ഉണ്ണി ഹിയർ. ആഹാ, ഇതെപ്പോ വന്നു? ബംഗ്ലാവിൽ നിന്നാണോ? ആ, ഞാൻ ഇപ്പൊ എത്തിയേക്കാം. കറുപ്പയ്യ, ஐயா, ഡ്രൈവറെ വിട്ട് വണ്ടി എടുക്ക ചൊല്ലു. அவர் വർഷാപ്പൊക്കെ പോயிருക്കാറ്. ജീപ്പിക്ക് ഏതോ റിപ്പയർ ആണ്. എനിക്ക് അത്യാവശ്യം ബംഗ്ലാവിൽ നിന്ന് പോകണമായിരുന്നല്ലോ. എന്താ സാർ? വണ്ടി ഒന്ന് എടുക്കണമായിരുന്നു. ഡ്രൈവർ പുറത്തു പോയിക്കാം. ഞാൻ കൊണ്ടാക്കാം. അത് ആൽബർട്ടിന്. ഓ, ഇറ്റ്സ് എ പ്ലഷർ. പ്ലീസ്. ദെൻ ഓക്കേ. പ്ലീസ് ഡാഡി, ഇനി എന്നെ കുറിച്ച് പറയേണ്ട. ഞാൻ ഇങ്ങനൊക്കെ തന്നെ കഴിഞ്ഞോളൂ. എത്ര കാലമെന്ന് കരുതിയ ഇനിയെങ്കിലും ഡാഡി പറയുന്ന ഒന്ന് കേക്ക്. യേസ് എന്നൊരു ആൻസർ മതി എനിക്ക്. ഐ എം പ്രിപ്പയർഡ് ടു ഡു എവറിത്തിങ്. മാരേജ് കഴിഞ്ഞാൽ ദ വെരി നെക്സ്റ്റ് ഡേ നിനക്ക് അവന്റെ കൂടെ ജർമ്മനിക്ക് പോവാം. പിന്നെ നിന്റെ മൂടൊക്കെ മാറിക്കോളും. എന്താ? ദയവേത് ഇനി എന്നെ നിർബന്ധിക്കരുത്. കഴിയുമെങ്കിൽ ഡാഡി എന്നെ ഇങ്ങോട്ട് വരാതിരിക്കണം. ഡാഡിയുടെ പ്രസൻസാ കഴിഞ്ഞതെല്ലാം എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. മോളെ, ഞാൻ മായ എന്തു പറഞ്ഞു? അവക്ക് എന്നെ കാണുന്നതാ ഏറ്റവും പ്രയാസമെന്ന്. ഞാൻ എന്താ ചെയ്യുക? സാരമില്ലടോ, താനൊന്ന് വെയിറ്റ് ചെയ്യേ, എല്ലാം ശരിയാവും. ആ, ഞാൻ ഉടൻ തന്നെ ഇറങ്ങാം. ടാക്സി വിടണ്ടായിരുന്നു. അത് കൊള്ളാം. ഉടൻ തന്നെ പോകാനോ? 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതി. വേണ്ട, എന്റെ പ്രസൻസ് അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ഇനി ഞാനായിട്ട് ഏതായാലും നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. വന്നു. താൻ എനിക്കൊരു വണ്ടി അറേഞ്ച് ചെയ്ത ഇപ്പൊ പോയാ വന്ന ട്രെയിനിൽ തന്നെ മടങ്ങാം. ആ ആൽബർട്ടെ,
ഡു മീ എ ഫേവർ, ഇദ്ദേഹത്തെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കണം. അതിനെന്താ സർ? ആൽബർട്ട് നമ്മുടെ സൂപ്പർവൈസറാ. കയ്യേന്ന് വിടാൻ അഭിശാസെ കയ്യേന്ന് വിടാൻ എനിക്കൊന്നും അറിയില്ലെന്ന്. ചാക്കുണ്ണിയേട്ടാ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊരു കുന്തവും കേക്കണ്ട. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതുമില്ല. പിന്നെ ആരാ ഫോൺ ചെയ്തത്? ആ, അവന്റെ ഡൂപ്പനായിരിക്കും. ഇത് കൊള്ളാമല്ല, ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ്. അതെങ്ങനെയാ ചാക്കുണ്ണിയേട്ടാ? സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ സൂര്യഗിരിയിലാണെന്നുള്ള വിവരവും ചാക്കുണ്ണിയേട്ടൻ പറയാതെ അവൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്ന് സതു, ഞാൻ പറഞ്ഞില്ല എന്ന്. വിട്, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വാ. ഒരു കരപറ്റിപ്പോയി എന്ന് കരുതിയതാണ്, അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയമായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടതിന്റെ ഈശോയെ. ഈശോയെ, 3 പേരും കൂടി ഒരു പാവം പെണ്ണിനെ ചുട്ടുകൊന്നു അല്ലടാ. ചുടണതാ സാർ? എന്ത് ചുടണ കാര്യമാണ് ഈ പറയണത്? പുഴുങ്ങാണെങ്കിൽ പിന്നെ വല്ല തുണിയുടെ കാര്യമാണെന്നെങ്കിലും വെക്കാം. മിണ്ടരുത്. അവന്മാരെ 2 പേരും കൂടെ പിടിച്ചു കെട്ടിയിട്ടു. എന്നിട്ട് താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. സാർ എന്താണ് മനുഷ്യനെ വിഷമിപ്പിക്കണത്? നമ്മൾ ഈ മുൻവൈരാഗ്യം വല്ലതും കൊണ്ടാ? ഞാനൊരു പ്രാണീനെയും കൂടെ കൊല്ലാത്തവരാണ്, ഒരു പാവപ്പെട്ട. സേതുവും റോയും തന്നെ കാണാമെന്ന് എന്തിനായിരുന്നു? രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിരുന്നു അല്ലേ? അയ്യോ, അവര് ഞാൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നാണ്. താനാരാടോ, യൂണിവേഴ്സിറ്റിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അല്ല. നില്ല്. ഏത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം താൻ പറഞ്ഞത്? ഏത്? പറയാം. കെ ആൽബർട്ട് അലക്സ്. ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആരായാളോ? 3-4 മാസമായിട്ട് ഇതിവിടെ ഉണ്ട്. മുറിയെടുത്ത ഒരുത്തം മറന്നു വെച്ചതാണ്. ഇതുവരെ കാത്തു, ആ വകന്ത വന്നില്ല. നിനക്ക് ഇതുകൊണ്ട് ഒരു ജോലി കിട്ടുന്നെങ്കിൽ പോയി രക്ഷപ്പെടാൻ നോക്കടാ. വല്ലവരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി മേടിച്ചാലേ അകത്താവും. ക്രിമിനൽ കുറ്റവാ. അതിപ്പോ ആരാണ് അറിയാൻ പോണത്? അല്ല, അവ തിരിച്ചു വന്നാലോ? 4 മാസമായിട്ട് വരാത്തവനാണ് ഇനിയിപ്പോ തിരിച്ചു വരണേ. അവൻ വല്ല കള്ളക്കടത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ചേർന്ന് കാണും. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ല. വേണ്ട ചാക്കുണ്ണേട്ടാ, ഇതൊന്നും ശരിയാവില്ല. നിനക്ക് പേടിയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, ദൂരോട്ടെങ്ങാനും പൊക്കോ. നീ ഒരു കാര്യം ചെയ്യും, സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ എന്റെ ഒരു സ്വന്തക്കാരൻ ചെറുക്കനുണ്ട്, ജോസൂട്ടി. ആ മരപ്പോർക്ക് അവിടുത്തെ സൂപ്രണ്ടാണ്. ഞാനൊരു എഴുത്ത് തരാം, നീ പോയിന്ന് ശ്രമിച്ചു നോക്ക്. ഈശോ നിന്നോടൊപ്പം ഉണ്ടാ. ചാക്കുണ്ണേട്ടാ, അത് എന്റെ അപ്പോ ഞാൻ പറഞ്ഞെന്ന് കരുതി നീ ചെയ്യണ്ട. ശരിക്ക് കിടന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഗുണമായാലും ദോഷമായാലും നിനക്ക് തന്നെയാണ്. ഞാൻ പോണേണ്. എത്ര നാളത്തേക്ക് അയാൾ മുറിയെടുത്തിരുന്നത്? 1 ദിവസം മതി എന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഇവിടെ കുറെ കണക്കും കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് മേടിച്ചു കുടിച്ച ചായന്റെയും വിളിച്ച ഫോണിന്റെയും കണക്കാണ്. അവസാനം ഞാൻ തന്നെ അത് കൊടുക്കേണ്ടിയും വന്ന്. 68831 അതിൽ 2 തവണ വിളിച്ചിരുന്നു. പിന്നെ 8674 അതിലൊരു തവണ. അല്ലേടോ? അതെ സാർ. എന്നാ ഞാൻ പോട്ടെ. നില്ലേ, തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ നടന്നതും പുറത്ത് പറയൂ. അത് ഞാൻ പറയാം. പറയും. പക്ഷേ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ചെയ്യും. മനസ്സിലായോ? അതും മനസ്സിലായി. വെക്കോ ബുക്ക് അതങ്ങ് എത്തിക്കാം. പലരുടെയും പറ്റുപടി ഉള്ളതാണ്, എത്തിക്കണേ. എടോ റഷീദേ, നമുക്ക് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണമല്ലോ. എന്റെ ഈശോയെ, നീ എന്താണ് ഈ പറയണത്? പോലീസ് എന്ന് പറഞ്ഞാൽ ലോക്കലൊന്നും അല്ല, ക്രൈമാണ് ക്രൈം. അവരുടെ അടുത്ത് ചുറ്റിക്കളിയൊന്നും നടക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോ? ഞാൻ പാതിയെ പറഞ്ഞുള്ളൂ, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഈ ആൽബർട്ട് എന്ന് പറഞ്ഞ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. കിട്ടിയ അവിടെ ഇത് കേട്ടാ. അവൻ ചില്ലറ നഷ്ടമൊന്നുമല്ല എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വാടകപ്പണം തന്നില്ല, തുണി തിരുമ്പിയതിന്റെ കാശ്, ഊണ് പോണ്, പിന്നെ ചായ. എന്തിന്? വാടകപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നമ്മയ്ക്ക് കൊടുത്തത്. അത് മുതലാക്കാമെന്ന് കരുതി അവന്റെ ബാഗ് തുറന്നപ്പോ കിട്ടിയതാ 2 ഉണക്ക പാന്റ് ഷർട്ട്. പിന്നെ നിനക്ക് സർട്ടിഫിക്കറ്റ്. എന്നിട്ടാ ബാഗ് എവിടെ? അതാ തട്ടമ്പുറത്തെങ്ങാനും കാണും.
ഇവൻ തന്നെയാണ് ആൽബർട്ട്. എടാ, ഇതൊന്ന് ബിനോയ് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ വെച്ച് തല്ലിയ പോക്കറ്റടി. ആ ഡാ, ഈ പെണ്ണ് ഭരതമേനന്റെ മോളല്ലേ? അതെ, ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നില്ലേ അന്ന് ബിനോയും ഫ്രണ്ട്സ് നമ്മുടെ അടുത്തുനിന്ന്? അതേടാ. അപ്പോ ബിനോയെ നമ്മൾ കണ്ട ആൽബർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. എന്തായാലോ ടെലിഫോൺ നമ്പറിന്റെ കാര്യം കിട്ടി സർ. 6831 മിസ്റ്റർ ഭരതമേനോന്റെ റെസിഡൻഷ്യൽ നമ്പറാണ്. 8674 ഒരു ലേഡീസ് ഹോസ്റ്റലിലെയും. അവിടെയാണ് മിസ്റ്റർ ഭരതമേനോന്റെ മകൾ താമസിക്കുന്നത്. അപ്പോ ആ 3 കോളുകളും ഭരതമേനന്റെ മകൾക്കുള്ളവയായിരിക്കും. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ആൽബർട്ടും മായയുമായുള്ള ബന്ധത്തെ പറ്റി. പറയൂ. ആൽബർട്ടുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് മേത്രൻ നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്റ്റൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ. ഒടുവിൽ എന്തായി കഥ? അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്നെന്ന് വാർഡനോട് കളവ് പറഞ്ഞാണ് അവൾ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയത്. ആൽബർട്ടുമൊത്ത് ഒളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ. എന്നിട്ട് പോയോ? ഇല്ല. അതെന്താ, അയാൾ കാലു മാറിയോ? അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ഡെസ്പായിരുന്നു. പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല. ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി? ഏതാണ്ട് 6 മാസത്തോളായി. മിസ് മായ മേനോൻ, ഞാൻ കൃഷ്ണനുണ്ണി മേനോന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് മേനോനും ഭാര്യയും സ്ഥലത്തിൽ നിന്നും മായ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഞാനൊരു നസ്രാണി ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. മനസ്സിലായില്ല. ഞാൻ ഐസക് തോമസ്, ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് മായയിൽ നിന്ന് അറിയേണ്ടത് ആൽബർട്ടിനെ കുറിച്ചാണ്. ആൽബർട്ട് അലക്സ്. എനിക്കൊന്നും അറിയില്ല. ഓർമ്മിക്കാൻ മനസ്സനുവദിക്കുന്ന കാര്യങ്ങളല്ല അതെന്ന് എനിക്കറിയാം. പക്ഷേ വളരെയേറെ ദുരൂഹമാണ് ആൽബർട്ടിന്റെ തിരോധനം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയ എന്നെ മായയ്ക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറയുന്നില്ല. ഞാൻ വീട്ടിൽ വരാം. ഒളിച്ചോടാനുള്ള തീരുമാനവുമായി നിങ്ങൾ വീട് വിട്ടിറങ്ങിയ ആ വൈകുന്നേരമാണ് ആൽബർട്ട് മിസ്സായത്. പറയൂ, എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക്? പ്ലീസ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എനിക്കൊന്നും പറയാനില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ? ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മായക്കറിയാമോ? ഈ സൗഹൃദത്തിന്റെ മുഖമില്ലാതെ വെറും ഒരു പോലീസ് ഓഫീസറായി എനിക്ക് ഇവിടെ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ആൽബർട്ടിന്റെ മിസ്സിംഗിന്റെ പേരിൽ നിരപരാധിയായ നിങ്ങളുടെ അച്ഛനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ കൊന്നു എന്ന് ന്യായമായും സംശയിക്കത്തക്കവണ്ണമുള്ള ഒരുപാട് എവിഡൻസ് എന്റെ പക്കലുണ്ട്. യു കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. എന്റെ ഡാഡി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിൽ പറയൂ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാനും എബിയും ഒളിച്ചോടാൻ തീരുമാനിച്ച ആ രാത്രി ഡാഡി ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുൻപ് ഞാൻ പുറത്തു കടന്നു. എബി കാത്തു നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്തെത്താനുള്ള ധൃതിയായിരുന്നു എനിക്ക്. ഉള്ളിൽ ഭയവും